നമസ്കാരം. അങ്ങനെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഒരു നിർണായക ഘടകമായി കണക്കാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ ഗാനമുണ്ട്. പോറ്റിയെ കേറ്റിയെ എന്നുള്ള ആ ഗാനം. അത് ഉറപ്പായും കേസാവും, നിയമ നടപടികളിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചത് സംഘികളോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരോ ഇതിനെതിരെ കേസും കൊണ്ടുപോകും എന്നായിരുന്നു. പക്ഷേ അവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ പാട്ട് ആർക്കാണോ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, ഏറ്റവും കൂടുതൽ ആർക്കാണോ ഈ പാട്ട് കൊണ്ട് ഡാമേജ് ഉണ്ടായത്, അവരാണ് ഈ പാട്ടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ല കേസ് കൊടുത്തിരിക്കുന്നത്, നേരിട്ട് DGPക്കാണ് ഈ കേസ് പോയിരിക്കുന്നത്. അതിനാൽ ഇത് നിയമ നടപടിയിലേക്ക് പോകും, കോടതി കയറും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇതിലൊരു കുത്തിത്തിരിപ്പ് കൂടിയുണ്ട്. കാരണം ഈ പാട്ട് എഴുതിയത് ഒരു മുസ്ലിം ലീഗുകാരനാണെന്ന് പറയുന്നുണ്ട്, അല്ല കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇത് ആരാണെങ്കിലും ശരി, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു മുസ്ലിം നാമധാരിയാണ്. ഇവിടെയാണ് ഇവർ കയറി പിടിച്ചിരിക്കുന്നത്. കാരണം അവരുടെ തന്നെ സഖാക്കളായിട്ടുള്ള അംഗങ്ങൾ, അണികൾ, അനുഭാവികൾ, ഇവരിലൊക്കെ ഈ മതവികാരം അല്ലെങ്കിൽ വിശ്വാസ വികാരം കുത്തി ഉണർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കണ്ടോ, ഒരു മുസ്ലിം നാമധാരിയാണ് ഈ അയ്യപ്പ ഭക്തിഗാനത്തെ കളിയാക്കുന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പ്രതികരിക്കേണ്ടേ എന്ന തരത്തിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അഭ്യാസം നടത്തുന്നത്. അവർക്ക് ഈ പാട്ട് നല്ല രീതിയിൽ തന്നെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കലിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ച് അയ്യപ്പനെ കളിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും അതിന് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഇതിനു മുമ്പ് തന്നെ പ്രതികരിച്ചേനെ. പക്ഷേ അവിടെ കൃത്യമായിട്ടും സഖാക്കളെയാണ് പരിഹസിക്കുന്നത്. സഖാക്കൾ അയ്യപ്പൻ്റെ സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയി, അതാണ് ആ പാട്ടിൽ പരാമർശിക്കുന്നത്. ഇനി അതിൻ്റെ താളം വെച്ചിട്ടാണെങ്കിലും ഇതേ താളത്തിൽ തന്നെ വേറെ പല പാട്ടുകളും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അതൊക്കെ ഉപയോഗിച്ചത് സഖാക്കളാണ്. ഒരുപക്ഷേ നിങ്ങളിൽ ചിലർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും, മുഖ്യമന്ത്രിയായി കെ കരുണാകരൻ ഇരിക്കുന്ന കാലമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് അന്നൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. ഭയങ്കര സ്പീഡാണ്. മാത്രമല്ല പലതവണ അദ്ദേഹത്തിൻ്റെ വാഹനം അപകടം ഉണ്ടായിട്ടുണ്ട്, പലർക്കും അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കൊച്ചിൻ കലാഭവനോ മറ്റോ ആണെന്ന് തോന്നുന്നു, മ്യൂസിക് പരേഡുകാരാണ് ആ പാട്ടും കൊണ്ട് വന്നത്. അത് പിന്നീട് സഖാക്കളെ ഏറ്റുപിടിച്ച് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ കരുണാകരനെതിരെ ഉപയോഗിക്കുമായിരുന്നു. അന്ന് മന്ത്രിയെ പയ്യപ്പോ മന്ത്രിയെ എന്ന തരത്തിലായിരുന്നു അന്നത്തെ അതിൻ്റെ വരികൾ. ഇതേ ഈണം തന്നെയായിരുന്നു. അപ്പോൾ അന്നൊന്നും ഇവർക്ക് തോന്നിയില്ലേ ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ഇവർക്ക് തോന്നിയില്ല അല്ലേ? അതപ്പോൾ അവർ കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ ഇതാ ഒരു മുസ്ലിം ലീഗുകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ ആരും ആയിക്കോട്ടെ, പാടിയതും എഴുതിയതും മുസ്ലിമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ രണ്ടുപേർ ചെയ്ത് ഇറക്കിയൊരു പാട്ട് അത് അവർക്ക് നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, എന്നാൽ ഇനി സാമുദായികമായിട്ട് മതവികാരം കൂടി വ്രണപ്പെടുത്തി ഒരു കലാപത്തിനുള്ള ശ്രമമാണോ CPM നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ശരിക്കും ഈ പാട്ടിനെതിരെ രംഗത്ത് വരേണ്ടത് സംഘികളും അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളൊക്കെയാണ്. അവർ വരുന്നില്ല. അവർ പറയുന്നത് ഇതിനും വലിയ കടുത്ത ആചാരലംഘനവും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന കാര്യവും എത്രയോ ചെയ്തു ശബരിമലയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ. ആ കാലവും ഞങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് വന്നതല്ലേ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പാട്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. മറിച്ച് രാഷ്ട്രീയമായിട്ടും സംഖ്യകളെ ഈ പാട്ട് അത്രയും നല്ല ഒട്ടും നോവിച്ചിട്ടില്ല. കാര്യം അവർ കൂടി ഉപയോഗിച്ചിരുന്നു ഈ പാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. അവർ കൂടി കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയായിട്ട് ഈ പാട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവർ പരാതിയും കൊണ്ട് പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടെ പരാതിയും കൊണ്ട് പോയത് വളരെ വിചിത്രമാണ്. CPM ആണ്. അത് അവരുടെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ കലി മാത്രമല്ല, ഇതിനകത്ത് മതപരമായിട്ട് ചില വേർതിരിവ് ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ്. അത് അവർക്കും അറിയാം. പക്ഷേ ഒരു നടക്ക് പോവില്ല, അത് കേസാവും. അതിനാണ് DGPക്ക് തന്നെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ ഇത് എഴുതിയ ആളും ഇത് പാടിയ ആളുമൊക്കെ നിയമ നടപടി നേരിട്ടേക്കാം. പക്ഷേ എന്നാലും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത് തേച്ച് മാച്ച് കളയാൻ പറ്റില്ല. എത്ര പേരെ കൊണ്ട് ഇവർ പാടരുത് എന്ന് പറയിപ്പിക്കും. ഒരുപക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണ വാഹനങ്ങളിൽ ഉപയോഗിക്കരുത് എന്ന് ഒരു നിയമം വന്നേക്കാം. പക്ഷെ അപ്പോഴും ആളുകളുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. ഈ പാർട്ടിയിലൊന്നും ഇല്ലാത്തവർ ഇത് വാടിക്കൊണ്ട് നടന്നാലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എത്ര പേർക്കെതിരെ കേസെടുക്കാനും പറ്റും. പോരെങ്കിൽ സോഷ്യൽ മീഡിയ കാലവും എന്തെങ്കിലും ഒരു കാര്യം എതിർക്കും തോറും അത് കൂടുതൽ ആളുകൾ അത് ഏറ്റുചൊല്ലത്തേയുള്ളൂ. അപ്പോൾ ഇത് എതിർത്താൽ തീർച്ചയായിട്ടും ഇവരെ എതിർക്കുന്ന സകല പാർട്ടിക്കാരും ഈ പാട്ട് തന്നെ പാടുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയും ചെയ്യും. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, വരികളുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒരിക്കലൊന്ന് കേട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ ആ സാധനം മൂളിപ്പോവും. അതിൽ വരുന്നത് ഈ സ്വർണ്ണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്നുള്ള ആ വരികളുണ്ടല്ലോ, അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ നോവിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നാണ് അവർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ പാട്ടിനെതിരെ അവരിപ്പോൾ DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നത്.